പറയാൻ പറ്റുന്നില്ല. ഇല്ലില്ല, നല്ല നമ്മൾ വളരണ്ടേ, വലിയ കുട്ടിയാവുള്ളൂ. അത്ര സഹിക്കാൻ പറ്റാത്ത എരിവില്ലെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പുതിയ നൂഡിൽസ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നിസിൻ ഗെക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, നിസിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസാണ് ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എവിടെയെങ്കിലും മീൻസ് ആ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ വീഡിയോ ഞാൻ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തേക്കാം. അപ്പം അതിൻ്റെ കിംചി ഫ്ലേവറാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ്. ഞാൻ നേരത്തെ മറ്റേ 2x സ്പൈസി നൂഡിൽസ് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ ഒട്ടും തന്നെ സ്പൈസ് എന്ന് വെച്ചാൽ എരിവ് കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ ആദ്യം നൂഡിൽസ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കഴിഞ്ഞിട്ട് അതിനകത്ത് സീസണിങ്ങിനുള്ള 2 പാക്കറ്റ് ഉണ്ടാവും. അതിലൊന്ന് സീസണിങ് ഓയിലും ഒന്ന് സീസണിങ് മിക്സുമാണ്. അപ്പോൾ ആദ്യം സീസണിങ് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം ആ പൗഡർ തന്നേക്കുന്നതും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ എടുത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നൂഡിൽസ് കുക്ക് ചെയ്തിട്ട് വരാം. വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് വേവിച്ച് അത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നൂഡിൽസാണ്. ഇനി ഇതിനകത്തുള്ളത് 2 സീസണിങ് മിക്സ് അവർ തന്നിട്ടുണ്ട്. അതിലൊന്ന് ഓയിൽ മിക്സും ഒന്ന് അല്ലാതെ എന്തോ എനിക്ക് തോന്നുന്നു ചില്ലി ഫ്ലേക്സ് ഒക്കെ ആയിരിക്കണം. ഞാൻ അന്ന് ആ ഒരു കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്തപ്പോഴും അതിനകത്ത് സെയിം ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കിംചി ഫ്ലേവറാണെന്നല്ല. ഇപ്പോൾ കിംച്ചിയുടെ ഫ്ലേവർ എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. അതൊരുമാതിരി പിക്കിൾ പോലാണെന്നല്ലേ തോന്നുന്നത്. പിക്കിളിൻ്റെ എന്തോ ഇത്. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ ഓയിൽ മിക്സ് നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഓയിൽ മിക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു മണം വന്നു. എൻ്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുപോലത്തെ എരിവിൻ്റെ മണമായിരുന്നു. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. മറ്റേയൊക്കെ അത്ര എരിവായിരിക്കും. കണ്ടില്ലേ എന്താ കളറ്. അയ്യോ, എന്തായാലും ഈ തവണ കൂടെ ആളുള്ളത് കൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. അവൾ തിന്നോളൂ. അവൾക്ക് വെള്ളം കൊടുത്താൽ മതി എന്ന് അവൾ പറഞ്ഞേ. ഇനി അടുത്തത് സീസണിങ് മിക്സാണ്. സീസണിങ് ഓയിൽ ഇതാക്കിയിട്ടുണ്ട്. അത് ഒരു എള്ളെണ്ണയുടെ മണമാണ് വരുന്നത്. അല്ലാതെ ഞാൻ വിചാരിച്ചു, കളറ് കണ്ടപ്പം ഞാൻ കരുതി അത്രയും സ്പൈസി ആയിരിക്കും എന്ന്. പക്ഷെ അങ്ങനത്തെ മണമൊന്നുമില്ല. നല്ല എള്ളെണ്ണയുടെ മണമാണ് വരുന്നത്. ഇനിയും വരാൻ പോകുന്നതായിരിക്കും ഇതിൻ്റെ മഹാൻ. മണപ്പിക്കണോ? വേണ്ട. ഇതെന്തത് കുറേ പഞ്ചസാരയൊക്കെ ഉണ്ട് കൊണ്ടുവന്ന്. നീണ്ട കണ്ടോ പഞ്ചസാരയുടെ ഗ്രാനൂൾസ് പോലെ കാണാവോ? എല്ലാം വീഴട്ടെ. അപ്പം മധുരം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇതിനൊരു മണമൊക്കെ വാവ്, ആ കളറിൻ്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാമോ എനിക്കറിയത്തില്ല. ഇതുണ്ടോ മറ്റേ നമ്മൾ ഈ വല്ല ഹൊറർ മൂവിയിലൊക്കെ ചോര ഇങ്ങനെ നടക്കുന്നതുണ്ട്. ഞങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇനി ഒന്ന് കാണിക്കുമോ? ഇതല്ല സംസാരിക്കുന്നത്, ഞാനാ സംസാരിക്കുന്നത്. ഇനി ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യും. എനിക്ക് എരിവ് സഹിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് അവിടെ നിർത്തും. പക്ഷെ എനിക്ക് കൊതി വരുന്നുണ്ട് ചെറുതായിട്ട്. എന്തോ അവൾ കംപ്ലീറ്റ് കഴിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്ന് ഞാൻ ആ നൂഡിൽസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നായിരുന്നു, ഇതൊക്കെ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണിക്കാൻ. ഞാൻ അതിനകത്ത് വേണ്ടെങ്കിൽ അക്ഷരത്തിൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. എന്നാൽ പിന്നെ ഞാൻ ചലഞ്ച് അല്ലല്ലോ അന്ന് ചെയ്തത്. പക്ഷെ ഞാനത് വേസ്റ്റ് ആക്കിയില്ലായിരുന്നു കേട്ടോ. ആ നൂഡിൽസ് ഞാൻ പിന്നെ അതിനെ ഒന്ന് വേറെ ഒരു രീതിയിലാക്കി ഞാനത് കഴിച്ചായിരുന്നു. എരിവൊക്കെ കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി
അങ്ങനെയൊക്കെയായിരുന്നു കഴിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു ആ നൂഡിൽസ് വാങ്ങിച്ചത്. അപ്പം എന്തിനാ ഞാനിങ്ങനെ കൊതിക്കുന്ന എരിവ് ഇടിച്ച് ചാവാൻ വേണ്ടിയുള്ള കൊതിയാന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാം. നമുക്കിത് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പം ശരിയാവത്തില്ല. കയ്യാണെന്ന് വെച്ച് കണ്ണി തേച്ചിട്ട് ഓക്കെ. അപ്പം ഞാൻ ഈ നൂഡിൽസ് ടേസ്റ്റ് എങ്ങനെയാണ്, കിംചി ഫ്ലേവർ എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം. ഫ്ലേവർ കിട്ടിയാൽ മതിയായിരുന്നു. എരിവ് കൊണ്ട് സാധാരണ ഈ സ്പൈസി നൂഡിൽസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഞാനങ്ങ് ആവശ്യമില്ലാതെ എനിക്ക് കൊതിയാവുന്നത് കഴിക്കാൻ. സ്പൈസി നൂഡിൽസിനൊരു പ്രശ്നമുണ്ട്. നമുക്കിങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാലും എരിവ് കൊണ്ട് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. വളരെ കുറച്ചെടുത്ത് കഴിക്കാം. നമ്മളിങ്ങനെ ചുണ്ടിലൊന്നും പറ്റാതെ നേരെ വായിലോട്ട് ഇടാനുള്ള പരിശ്രമത്തിൽ മിക്കവാറും. കാരണം അത് ചുണ്ടിൽ ഇത്രയൊന്നും വേണ്ട. ഇത് ചുണ്ടിൽ പറ്റുമ്പോഴാണ് നമുക്ക് എരിവ് വരുന്നത്. ഇതിൻ്റെ അന്ത്യമില്ലേ? ഇത്രയോട്ട് പറ്റില്ല. വലിയ എരിവില്ല, നല്ല മധുരം. എരിവില്ലാന്ന് ഞാൻ പറയുന്നില്ല, എരിവുണ്ട്. അത് കുറച്ച് ലാഗാ, കുറച്ച് കഴിഞ്ഞ് വരും. അല്ല, എരിവുണ്ട്, പക്ഷെ നല്ല രുചിയുണ്ട്. നിനക്ക് തരണമെന്ന് ഞാൻ ആലോചിക്കാം. നിനക്ക് ഞാൻ തരാം. ഇല്ലില്ല, നമ്മൾ വളരണ്ടേ, വലിയ കുട്ടിയാവുള്ളൂ. നമ്മൾ ഇച്ചിരി കഴിച്ചാൽ എങ്ങനെ വളരുന്നത്? ഒത്തിരി കഴിക്കണം. എരിവുണ്ടടാ, പക്ഷേ അന്ന് ആ ഒരു നൂഡിൽസ് നീ ഇത് കഴിച്ചോ? അന്ന് ആ നൂഡിൽസ് കഴിച്ച സമയത്ത് ഞാൻ ചുണ്ടിൽ പറ്റാതെ മാക്സിമം കഴിക്കണേ. അത് കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം എന്തോ എന്നെ ഇച്ചിരി മുന്നേ പറഞ്ഞേ. അതൊന്നും നടക്കത്തില്ലെന്നേ. നമ്മുടെ സാധാരണ മാഗി പോലൊന്നും അല്ല. ഇതൊരുമാതിരി ഒരു ഇത് തൊണ്ടേ കുടുങ്ങി ചാവും. ഇങ്ങോട്ട് വാങ്ങുന്നു. നല്ല രുചിയില്ലേ? എരിവുണ്ട്. എരിവ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ കഴിച്ച ഇപ്പം ഞാനിങ്ങനെ വലിച്ചെടുത്ത സമയത്ത് എനിക്കിവിടെ പറ്റിയത് കൊണ്ട് എനിക്കിവിടെ വല്ലാത്തൊരിത്. എരിവുണ്ട്, നോർമൽ. നോർമൽ എരിവ്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഇങ്ങനെയൊന്നും അല്ല. ഒറ്റ വായേ നീ വെക്കത്തുള്ളൂ. പിന്നെ നീ അതെടുത്തിട്ട് പിന്നെ മൊത്തം പൊന്നീച്ചയൊക്കെ പറക്കുന്ന നമ്മൾ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിപ്പം ഷെയർ ചെയ്യാൻ പോലും തോന്നില്ല. അതാണ്. ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഇതിനൊരു അന്തിയില്ലേ? ഇതില്ല മറ്റേ നീ തുപ്പി കിട്ടും തോന്നുന്നു. അല്ല, നീ ഇങ്ങനെ അതൊരു അവസാനം ഇല്ലാത്ത സാധനം. പിന്നെ നീ എങ്ങനെ അത് കടിച്ചു മുറിച്ചു? കഴിച്ചു. നമ്മളിത് തിന്നേ അങ്ങോട്ട്. അയ്യടാ, നീ കഴിച്ചോ? അപ്പോൾ ഇത് ഞാൻ മറ്റേ എരിവുണ്ട്. അന്നത്തെ വീഡിയോയിൽ അന്ന് വീഡിയോ ചെയ്തപ്പം ആ ഒരു ബ്രാൻഡ് ഒരു 2x സ്പൈസി നൂഡിൽസ് അങ്ങനെ എന്തോ ആണ്. അതുപോലത്തെ എരിവൊന്നുമില്ല, ഇത് സഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എനിക്കിത് എരിവ് വരുന്നുണ്ട് ഇപ്പം കേട്ടോ. നീ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ബൈറ്റ് എടുക്ക, എന്നിട്ട് നീ പറയും എരിവ് വരുന്നുണ്ട്. എനിക്ക് ഇവിടൊക്കെ ഇങ്ങനെ എരിയുന്നുണ്ട്. പക്ഷെ മറ്റേ പോലെ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത എരിവൊന്നുമല്ല. കൊള്ളാം, ഇറ്റ്സ് നൈസ്. എന്തോ കുറെ നെറ്റ്ഫ്ലിക്സ് സിനിമ പ്രാന്തളകി നടക്കും. കഴിച്ചോ?
നീ കഴിക്കുക. എനിക്ക് ആ റിയൽ എക്സ്പീരിയൻസ് 2-3 വാ ഒന്നിച്ച് വന്നെങ്കിലേ അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ദൈവത്തിനൊന്നും വിളിക്കണ്ട. യു ക്യാൻ ഇല്ല. ഹെൽപ്പ് വേണോ? ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് തരാം. എന്നാലും തുപ്പി ഇടും. കഴിച്ചു. എന്നിട്ട് ഇവിടെ സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കുന്നത് എവിടെ നിന്ന് വാരി തിന്നുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് മുറിച്ച് വെച്ചത് അവൾ തിരിച്ചിട്ടേക്കുന്നു. എടുത്ത് കഴിക്കുന്നില്ല. പക്ഷെ ഈ അന്നനാളത്തിൽ കൂടെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇല്ല, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോ മൂക്കിൽ വന്ന് വെച്ച് തേക്കരുത്. അവസാനം മറ്റേ മൂക്കിൽ കൂടെ ഒക്കെ ഓരോന്നൊക്കെ പുകയൊക്കെ വരും. ഒന്നുകൂടെ കളഞ്ഞു. പക്ഷെ ഈ ചില്ലി ആരെ വിയർക്കും. ചൂട് മീൻസ് ലൈക്ക് ഇത് ഹോട്ട് ആൻഡ് സ്പൈസി അല്ലേ? സോ ഹോട്ട്. അത് സെപ്പറേറ്റ് പ്രത്യേകം എഴുതിയിട്ടുള്ളത് ഹോട്ട് ആൻഡ് സ്പൈസി ആണ്. ഒന്ന് കഴിക്കൂ. പക്ഷെ എനിക്ക് കിംചിയുടെ ഫ്ലേവർ ഒന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, എന്നാലും മൈക്ക് ഇവിടെ ഇനി ഒന്നുകൂടെ പറയാമോ? അല്ല, കിംചിയുടെ ഇതാണോ കിംചിയുടെ ഫ്ലേവർ? ഒരു നമ്മൾ ഇതുവരെ നൂഡിൽസ് കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവർ അല്ലേ? അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല നൂഡിൽസിൽ ഇങ്ങനൊരു ഫ്ലേവർ. നീ എന്തോ ഈ കാണിക്കുന്നത്? വേർക്കുന്നുണ്ട്. എനിക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്ര വലിയ ഭീകര എരിവൊന്നുമല്ല. പക്ഷെ എനിക്ക് എരിവ് വരുന്നുണ്ട് നന്നായിട്ട്. അല്ല, ഞാനൊന്ന് ആ എരിവൊന്ന് പ്രോസസ് ചെയ്തു. വേണ്ട വേണ്ട കഴിച്ചോ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നെ പോലൊക്കെ ഉള്ളൂ ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ സ്പൈസി അല്ലാത്ത എഡിഷൻ ഇവരിറക്കണം. ആക്ച്വലി ടേസ്റ്റിയാണ്. ഇവിടെ താഴെ വീണൊക്കെ എടുത്ത് തിന്നുന്നു. അത്രയ്ക്ക് ടേസ്റ്റി. കഴിച്ചോളൂ, കഴിക്കും, തിന്നോ. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് വെള്ളം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. വെള്ളം അത്ര സഹിക്കാൻ പറ്റാത്ത എരിവില്ലെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അല്ല, വെള്ളം കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് പോകും കുട്ടി. കഴിക്കേ. ബാലപീഡനം നടക്കുന്നതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് വെള്ളം തരാം. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരിവ് കൂടും. അന്നത്തെ എൻ്റെ ചെറിയ അനുഭവത്തിൽ, എൻ്റെ എളിയ അനുഭവത്തിൽ ഞാൻ പറയാം. എന്താ? അല്ല, നീ കഴിക്കണ്ടേ? ഇത് വെച്ച് കഴിക്കുക. അതിനകത്തൊന്നും വരത്തില്ല. ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാനത് ഓർത്തില്ല ഞാൻ ഇത്രയും എടുത്ത് തിന്നുന്നു. അതുകൊണ്ട് ഒറ്റ പോക്ക് ഞാൻ എടുത്തു. ഒന്ന് കാണിച്ച് എത്ര എടുത്തോണ്ട് പോയെന്ന്. എന്നിട്ടാ എന്നെ കുറ്റം പറഞ്ഞു. കഴിയും. ഇതിൻ്റെ ചിക്കൻ ഫ്ലേവറും പിന്നെ വേറെ ഏത് ഫ്ലേവറാണ് അവിടെ ഇരുന്നത്? ചിക്കൻ ഞാൻ കണ്ടായിരുന്നു. വെജ്. ഇതും വെജാണ്.
പക്ഷെ എനിക്ക് ഒരു കിംച്ചി എങ്ങനെയാണെന്ന് എൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോഴാണെന്നുണ്ട്. എന്താ 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 എരിവ് എങ്ങനെയുണ്ട് ഇപ്പോൾ? കുട്ടിയുടെ ആ എരിയുന്ന എരിച്ചിലൊന്ന് പറഞ്ഞ്. ഇത്ര നേരം ഭയങ്കര കുഴപ്പമില്ല, സഹിക്കാം. എനിക്ക് സഹിക്കാമെങ്കിൽ നന്നായിട്ട് എരിവ് കഴിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് സഹിക്കാൻ പറ്റും. എന്നാലും അതൊരു ശീലമാക്കണ്ടെന്ന് ഞാൻ പറയും. വായൊക്കെ പുകയുന്നു. നീ കഴിച്ചോ, മൊത്തം കഴിച്ചോ. ഞാൻ വെള്ളം എടുത്തുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങോട്ട് പോകും, നമുക്ക് അതിൻ്റെ പറയാം. ഇതിപ്പോൾ പറയാൻ പറ്റുന്നില്ല, നാക്കിൽ എനിക്ക് പോയിരുന്നു. അത്ര സീനില്ല. ഇങ്ങോട്ട് അതിൻ്റെ ഇപ്പോൾ പറയട്ടെ. നമ്മൾ രണ്ടുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഒന്നിച്ച് വേണം പറയാൻ. അപ്പോൾ ഞാൻ ഇതാരാന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതെൻ്റെ കസിനാണ്, എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവളിത് കഴിച്ചു തീർക്കും. ഇത്രയും കൂടെ ഉള്ളു, ബാക്കിയല്ല ഞങ്ങൾ കഴിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്? വലിയൊരു വിലപ്പെട്ട അവസരമാണ് ഞാൻ തരുന്നത്. ഞാൻ ഭയങ്കര പോപ്പുലറാണ്. നീ സംസാരിച്ചോ? അപ്പോൾ അവർക്കൊന്നും പറയാനില്ല എന്നാ പറയുന്നത്. എന്തോ ഇതിപ്പോൾ ഇവള് കഴിച്ചു കഴിയും. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സ്റ്റാൻഡ് തള്ളി മറിച്ചിട്ടോട്ട് പോകരുത് താങ്കൾ, ദയവ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.